എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസം ദൈവപ്രസാദമാണ്. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. 3.5 വർഷക്കാലം തന്നോട് കൂടെ നടന്ന ശിഷ്യന്മാരിൽ യേശു കാണാൻ ആഗ്രഹിച്ചതും വിശ്വാസമാണ്. ചില സമയത്തൊക്കെ അവിശ്വാസം അവരിൽ വെളിപ്പെട്ടപ്പോൾ യേശു അവരോട് പറഞ്ഞ ചില ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു: ഞാൻ എത്രത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും, അവിശ്വാസമുള്ള തലമുറയെ ഞാൻ എത്രത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും. ലാസർ ദീനമായി കിടക്കുന്നു എന്നറിഞ്ഞ് അല്പം വൈകി ലാസറിൻ്റെ ഭവനത്തിലേക്ക് യേശു പോകുമ്പോൾ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അവർ വിശ്വസിക്കുവാൻ ഇടയാകുമല്ലോ. യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ അവസാനിക്കുന്ന സമയമാകുമ്പോൾ ഗെത്സമനയിലേക്ക് പോകുന്ന സമയത്ത് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു: ഞങ്ങൾ നീ ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ മാത്രയിൽ യേശു മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുകയാണ്. പിതാവേ, അവിടുന്ന് എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ എന്നെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് യേശു പിതാവിനോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ദൈവം എന്താണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നാം ദൈവത്തെ വിശ്വാസത്താൽ അറിയണം എന്നാണ്. നാം ദൈവത്തെ അറിയുന്നത് വിശ്വാസത്താലാണ്. നാം ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് വിശ്വാസത്താലാണ്. യേശുവിൻ്റെ ശിഷ്യനായിരുന്ന തോമസ് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നേരിട്ട് കാണാതെ വിശ്വസിക്കുകയില്ല. തുളയ്ക്കപ്പെട്ട കരം എനിക്ക് കാണണം എന്നൊക്കെ പറയുമ്പോൾ യേശുവിന് പ്രത്യക്ഷനായി ആ തുളയ്ക്കപ്പെട്ട കരവും മാർവും കാണിച്ചു കൊടുത്ത് തോമസിനോട് പറയുന്ന ഒരു വാക്കുണ്ട്: നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. നാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. നാം വിശുദ്ധീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. നാം ദൈവത്തിൻ്റെ മക്കൾ ആയത് വിശ്വാസത്താലാണ്. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതും വിശ്വാസത്താലാണ്. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് യാചിക്കട്ടെ. അങ്ങനെ യാചിക്കുന്നവൻ സംശയിക്കരുത്, വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമനാണ്. വിശ്വാസം കൂടാതെ ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്നതല്ല. പ്രിയപ്പെട്ടവരെ, ഇന്നു പകൽ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് ദൈവം പറഞ്ഞ വചനത്തെ നിങ്ങൾ ഏറ്റെടുക്കണം. ദൈവം നിങ്ങളുടെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളെ ഉള്ളംകരത്തിൽ വഹിച്ചിട്ടുണ്ട്. ഞാൻ ഒരു നാളും കൈവിടുകയില്ല എന്നുള്ള വചനങ്ങളെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. എന്നിട്ട് നിങ്ങൾ ആ വചനത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് ചുവടുകൾ വയ്ക്കണം. അങ്ങനെയുള്ള ജീവിതത്തിന് ശക്തിയുണ്ട്. ആ ജീവിതം ദൈവപ്രസാദമാണ്. ആ ചുവടുവെപ്പുകൾ നിത്യതയിലേക്കാണ്. വിശ്വാസത്തോടെ ചുവടുകൾ വയ്ക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.